വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി 24 അധ്യായത്തിൽ അവസാന കാലത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രവചനങ്ങളിൽ ആകാശത്തിലെ അടയാളങ്ങൾ വിവരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ വീഴും. മനുഷ്യപുത്രന്റെ വരവ് ഇവിടെ വ്യക്തമാക്കുന്നു. യേശു മഹിമയോടെ വരും. അത്തിപ്പഴച്ചെടിയുടെ ഉപമയിലൂടെ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുക എന്ന് ഈശോമിശിഹ ആഹ്വാനം ചെയ്യുന്നു. ജാഗ്രതയുടെയും തയ്യാറെടുപ്പിന്റെയും പ്രാധാന്യം ഇത്രമാത്രം വിവരിച്ച മറ്റൊരു വേദഭാഗമില്ല. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. 24 അധ്യായം 42 തിരുവചനം. വിശുദ്ധ മത്തായി 25 അധ്യായത്തിൽ അവസാനകാലത്തെക്കുറിച്ചുള്ള 3 പ്രധാന ഉപമകളും അന്തിമവിധിയും ഉൾക്കൊള്ളുന്നു. 10 കന്യകമാരുടെ ഉപമയിൽ 5 ബുദ്ധിയുള്ള കന്യകമാർ എണ്ണയുമായി തയ്യാറായി, മറ്റ് 5 പേർ തയ്യാറായിരുന്നില്ല. ജാഗ്രതയും തയ്യാറെടുപ്പും വേണ്ടതിന്റെ പ്രാധാന്യം ഇവിടെ വിവരിക്കുന്നു. മനുഷ്യപുത്രന്റെ വരവ് അപ്രതീക്ഷിതമാണ്. താലന്തുകളുടെ ഉപമയിൽ യജമാനൻ തന്റെ ദാസന്മാർക്ക് താലന്തുകൾ ഏൽപ്പിച്ചു. ചിലർ വിശ്വസ്തരായി ഉപയോഗിച്ചു, ഒരാൾ മറച്ചുവെച്ചു. ദൈവം നൽകിയ കഴിവുകളും അവസരങ്ങളും വിശ്വസ്തമായി ഉപയോഗിക്കുക എന്ന സന്ദേശമാണ് യേശു ഈ ഉപമയിലൂടെ നൽകുന്നത്. അവസാന വിധി ദിവസത്തിൽ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. വിശുദ്ധ മത്തായി 25 അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. വിശ്വസ്തർ വിശപ്പുള്ളവരെ ഭക്ഷിപ്പിച്ചു, ദാഹിക്കുന്നവരെ കുടിപ്പിച്ചു, അന്യരെ സ്വീകരിച്ചു, രോഗികളെ സന്ദർശിച്ചു. സ്നേഹവും കരുണയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അടിസ്ഥാനമാണെന്ന സന്ദേശമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.